படம் நல்லா உண்டு. எப்படி அவரோட ஆக்டிங் எல்லாம் ஜிவியோட நல்லா தான் பண்ணியிருக்காங்க. நல்லா சூப்பராக பண்ணியிருக்காங்க. ஏதாவது கருத்து தான் இருக்கா படத்தில்? அதான் இந்த அப்பா சென்டிமெண்ட் நல்லா பண்ணியிருக்காங்க. ஃபுல்லாக நல்லா இருக்கு. எப்படி இருக்கு படம்? படம் நல்லா இருக்கு. இந்த பெர்ஃபார்மன்ஸாக எப்படி இருக்கு? ஜிவி பெர்ஃபார்மன்ஸ் நல்லா இருக்கு. നല്ല സിനിമയാണ്. എങ്ങനെയുണ്ട് അഭിനയം? നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറാണ്. പടത്തിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? സ്റ്റോറിയൊക്കെ സ്റ്റോറി കുറച്ച് ഇമോഷണൽ സ്റ്റോറീസാണ്. അതിന് അച്ഛനുമായിട്ടുള്ള ഇതായിട്ടാണ്. അഭിനയവും കാര്യങ്ങളും നല്ലതാണ്. നല്ല പടമാണ്. എങ്ങനെ നല്ല മെസ്സേജ് ആണോ പടം? അതാ ചുമ്മാ കോമഡി? കോമഡിയല്ല, ഇമോഷണലാണ് കൂടുതലും. അതാണ് നന്നായിട്ട് വർക്ക് അയക്കുന്നത്. കൊള്ളാം. വേറെ എടുത്തു പറയത്തൊക്കെ എന്തെങ്കിലും? എടുത്തു പറയത്തൊക്കെ GVP പെർഫോമൻസ് വലിയ പോരെ, പക്ഷേ ബാക്കിയെല്ലാം കൊള്ളാം. പടം മൊത്തത്തിൽ കൊള്ളാം. അതുപോലെ ഇത് പറയാൻ പക്ഷെ പടം കൊള്ളാം. സാധാരണ GVPയുടെ പടം അങ്ങനെ കൊള്ളില്ലല്ലോ. ഇത് പക്ഷെ നല്ല പടമാണ്. അത്ര എനിക്ക് തോന്നുന്നു മ്യൂസിക് കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ പെർഫോമൻസും എല്ലാം കൊള്ളാം. ബാക്കിയെല്ലാം കൊള്ളാം. പുള്ളിയുടെ പെർഫോമൻസ് മാത്രം. പടം കൊള്ളാം. നല്ല ഫാമിലി സ്റ്റോറിയാണ്. എല്ലാം ഇപ്പോഴത്തെ തലമുറയിൽ അച്ഛൻ്റെ ഇത് വച്ച് അച്ഛൻ്റെ സ്നേഹം വാത്സല്യം എല്ലാം ആ ഒരു ഇത് കൊള്ളാം. നല്ല സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കാം. ഫാമിലിക്ക് ഇഷ്ടമാണ്. കോമഡിയാണോ? കോമഡി ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് ഇമോഷനാണ്. പക്ഷേ കൊള്ളാം. നല്ല സ്നേഹത്തിലുള്ള കഥയാണ്. കണ്ടോണ്ടിരിക്കാം. നല്ല അഭിനയം എല്ലാവരും കൊള്ളാം. ജീവി പ്രകാശം കൊള്ളാം. എല്ലാം കൊള്ളാം. കണ്ടോണ്ടിരിക്കാം. സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറയുമ്പോൾ ഒരുപാട് തമിഴ് സിനിമയിൽ കാണിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്. എന്ന് പറയുമ്പം വലിയ കോടീശ്വരനായ ഭയങ്കര സ്റ്റാറ്റസ് ഉള്ള ഒരു ഫാമിലിയിലെ ഒരു പയ്യൻ, അല്ല പെൺകുട്ടി, പിന്നെ നാട്ടിൻപുറത്തുള്ള ഒരു നാട്ടിൻപുറത്തുകാരായ ആളുടെ മകനായിട്ടുള്ള നായകൻ, പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചുള്ള ഡിഫറൻസുള്ള പ്രശ്നങ്ങൾ, പിന്നെ കളിയാക്കലുകൾ, ഇതൊക്കെയാണ് സിനിമയിൽ സ്ഥിരം സബ്ജക്റ്റ്. അതിൽ വേറെ പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നുമില്ല. പിന്നെ ആക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരം കണ്ട് പഴകിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് നമുക്കൊരു മുഷിവ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരിതാണ്. പിന്നെ GV പ്രകാശം നല്ല പാട്ടൊക്കെ ഉള്ള സിനിമ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പാട്ടുകളായാലും ഒന്നും ഒരു രസമല്ല. നമ്മൾ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഉറക്കം വരും. അങ്ങനത്തെ ഒരു വലിഞ്ഞ് കണ്ടിരിക്കാൻ ഒന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം സബ്ജക്റ്റ് പുതുമയുള്ളതല്ല. ഒരുപാട് സിനിമകളിൽ നമ്മുടെ മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും ഒരുപാട് പറഞ്ഞ് പഴകിയ ഒരു സബ്ജക്റ്റ്, യാതൊരു പുതുമയില്ലാത്തൊരു സബ്ജക്റ്റ്, അതാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്.